തീർത്തേക്കണം. അത് പുറത്തുനിന്നാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും. അപ്പോൾ മാർക്കോ പടം കണ്ടു കഴിഞ്ഞ് മിക്കവർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ്, ഈ മാർക്കയാണോ മികാലിനെ നമ്മുടെ നിവിൻ പോളി ഈസി ആയിട്ട് കൊന്നു കളഞ്ഞതെന്ന്. ഇനി ആ ക്യാരക്ടർ തന്നെയാണോ ഇത്? ഇനി വല്ല ടിസ്റ്റും വരാൻ സാധ്യതയുണ്ടോ? പിന്നെ ഇനി എന്തായാലും ഒരു സെക്കൻഡ് പാർട്ട് കാണും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇനി ആരായിരിക്കും വില്ലൻ? ഒരാളെ കാണിച്ചിട്ടാണല്ലോ പടം എൻഡ് ചെയ്യുന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എക്സ്പ്ലനേഷൻ ആണ്, അതുകൊണ്ട് എന്തായാലും സ്പോയിലർ ഉണ്ടാവും എന്നുറപ്പാണ്. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ഈ ഒരു പടത്തിന്റെ OTT റിലീസ് കഴിഞ്ഞ് ഉണ്ണിമുന്നിനേക്കാൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു മുതലാണ് ദേ ഈ നിൽക്കുന്നത്. കാര്യം പടം കണ്ടവർക്ക് മനസ്സിലായി കാണുമല്ലോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന ചോദ്യം കഴിഞ്ഞ് കണ്ടത് വേറെ ലെവൽ സാധനങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും ഈ ഒരു പടത്തിൽ നായകനേക്കാൾ മേലെ നിൽക്കുന്നത് ഈ വില്ലൻ തന്നെയാണ്. വില്ലന്മാർക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ക്ലൈമാക്സിൽ ഫാമിലിയെ മൊത്തം കൊന്നു കളഞ്ഞു. അതിൽ കൂടുതൽ ഇവരെന്താ ചെയ്യാനുള്ളത്? അതും ഇവരുടെ മുൻപിൽ വെച്ച് തന്നെ. അതിന് പ്രതികാരമായിട്ട് നായകൻ അവരെ തിരിച്ചു കൊന്നു കളയുന്നു. കുറച്ച് കൂടിയായിട്ടാണ് വില്ലന്മാർ അവസാനം ചെയ്തിട്ട് പോകുന്നത്. പിന്നെ എൻ ക്രെഡിറ്റിലായിട്ട് വേറൊരു വില്ലൻ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളും അവസാനം വന്നത് റിയാസ് ഖാന്റെ ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, റിയാസ് ഖാൻ ആയിരിക്കില്ല. അത് പ്രൊഡ്യൂസർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് റിയാസ് ഖാന്റെ സീൻസ് എന്നൊക്കെ. അപ്പൊ അതായിരിക്കില്ല. അപ്പൊ പിന്നെ ആ വന്നത് ആരായിരിക്കും? അത് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. ജഗദീഷിന്റെ ആരെങ്കിലും ആയിരിക്കും. മേ ബി പുള്ളിയുടെ ബ്രദർ വല്ലതും ആയിരിക്കും. എന്തായാലും ആ ഒരു റിവെഞ്ച് കണ്ടിന്യൂ ആകാനേ സാധ്യതയുള്ളൂ. പിന്നെ കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വയലന്റ് മാർക്കയാണോ നമ്മുടെ നിവിൻ പോളിയുടെ ക്യാരക്ടർ മികായലിൽ കൊന്നു കളയുന്നതെന്ന് നിസ്സാരമായിട്ട്. യെസ്, അങ്ങനെ തന്നെയാണ് കൊന്നു കളയുന്നത്. ആ മാർക്കോ തന്നെയാണ് ഈ മാർക്കോയും. ഇതിലുള്ള അവസാനം കാണിക്കുന്ന കൊച്ചു തന്നെയാണ് ഈ ഒരു മാർക്കോയിൽ കാണിക്കുന്ന ഇവൻ. നല്ലൊരു കണക്ഷൻ തന്നെ നമുക്ക് മാർക്കോ സിനിമയിൽ കാണാൻ സാധിക്കും. അവരുടെ കുടുംബത്തിലുള്ള അവസാനത്തെ ആൺതരിയെ നഷ്ടപ്പെടുമ്പോൾ ജോർജും മാർക്കോയും കാണിക്കുന്ന സൈക്കോ തരങ്ങൾ മികായലിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇങ്ങനെ തന്നെയാണ് ആ ഒരു സെയിം മാർക്കോ തന്നെയാണ് ഈ ഒരു പടത്തിൽ നമ്മൾ കണ്ടത്. അവർക്ക് ഇങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട് എന്ന് കൂടി ആണ് മാർക്കോയിൽ പറഞ്ഞു വെക്കുന്നത്. മേ ബി ഫ്യൂച്ചറിൽ മികായലിൽ ശരിക്കും മാർക്കോ മരിച്ചു കാണില്ല എന്ന രീതിയിൽ വന്നേക്കാം. അങ്ങനെയുള്ള ചാൻസും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സീനിയർ മാർക്കോ ജൂനിയർ മാർക്കോ എന്ന രീതിയിലൊരു ഡൗട്ട് മിക്കവർക്കും വന്നിട്ടുണ്ടായിരുന്നു. മികായലിലുള്ളത് ജൂനിയർ മാർക്കോ, ഇതിലുള്ളത് സീനിയർ മാർക്കോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അല്ല, രണ്ടും സെയിം തന്നെയാണ്. തുടക്കത്തിൽ ഒരു ഫാമിലി ട്രീ പോലെ മാർക്കോയിൽ കാണിക്കുന്നുണ്ട്. അതിൽ കാണിച്ചിരിക്കുന്നത് ലോർഡ് മാർക്കോ ആയിരിക്കും ചിലപ്പോൾ സീനിയർ മാർക്കോ. എന്തായാലും സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ് ആ ഒരു ഓർമ്മയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. OTT റിലീസ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു ലെങ്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും തോന്നിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.